പറ്റുന്ന ഒരു ഇതാണ്. പോണി ടൈലായിട്ടും യൂസ് ചെയ്യാം, നമുക്കിത് ഇഷ്ടമുള്ള ഐഡിയയിൽ യൂസ് ചെയ്ത് എയർ എക്സ്റ്റൻഷനായിട്ടും യൂസ് ചെയ്യാം. പോണി ടൈലിൻ്റെ കൂടെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാനായിട്ടാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഹലോ ഫ്രണ്ട്സ്, മിഡാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സാബുചേട്ടൻ കൂടെയില്ല, അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റിങ്. ഇന്ന് ഞാനാണുള്ളത്, പിന്നെ മഞ്ജു കുറച്ച് തിരക്കിലാണ്, അത് കാരണം വന്നില്ല വിളിച്ചിട്ട്. അപ്പം ഞാൻ തന്നെയാണ്, നിങ്ങളെന്നെ കുറച്ച് നേരത്തേക്ക് സഹിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് ഹെയറിൻ്റെ സെക്ഷനിലേക്കാണ്. അപ്പോൾ കുറച്ച് ഐറ്റംസ് ഇവിടെ കാണിക്കാനുണ്ട്. കുറേ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ അതിനുമായിട്ടുള്ള മറുപടി ആയിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ കേളി ഹെയർ ഉണ്ടോ എന്ന് ചോദിക്കും. അത് ലെങ്ത് ഉള്ളതുണ്ട്, കുറഞ്ഞതുണ്ട്, കുറച്ച് തിക്കുള്ളതുണ്ട്, പിന്നെ ഹൈലൈറ്റിംഗ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഹെയർസ് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ ഞാനിപ്പോൾ അവിടെ കാണിക്കാം. പിന്നെ പോണി ടൈൽ വരുന്നതുണ്ട്, പിന്നെ ഇങ്ങനത്തെ ക്ലിപ്പിൽ വരുന്ന ക്രാബ് ടൈപ്പ് വരുന്നുണ്ട്. അത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ലെങ്തി ഒരു എന്താ പറയുക, ലെയർ കട്ട് പോലത്തെ മോഡൽ ഇങ്ങനെ വരുന്നുണ്ട്. അത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന മോഡലാണിത്. അത് പല ടൈപ്പിൽ പലവരുടെ ഒരു സ്റ്റൈൽ അനുസരിച്ച് അവർ യൂസ് ചെയ്യുന്ന ടൈപ്പാണിത്. അതിൻ്റെ കേളി ടൈപ്പ് ഹൈലൈറ്റിംഗ് ഉണ്ട്, നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ ബ്ലാക്ക് ഉണ്ടായിരുന്നു, തീർന്നു പോയി. കേളി ടൈപ്പ്. പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് ഷോർട്ട് ഹെയർ ആയിട്ട് വരുന്നുണ്ട്. ഉണ്ടോ, ഇതും ഒരു ലെയർ കട്ട് മോഡൽ, തിരിച്ചിട്ട് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് മോഡലായിട്ട് വരുന്ന ടൈപ്പ്. അപ്പോൾ നമുക്ക് രണ്ട് യൂസേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൽ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റുമെന്ന് തോന്നണേ. നമുക്കൊരു ഇതിൽ നിന്ന് അഴിച്ചെടുക്കാൻ പറ്റും. തിരിച്ച് വെക്കാൻ അറിയാവുന്നവർക്കാണെങ്കിൽ മാത്രം അഴിച്ചാൽ മതി. അത് നമുക്ക് പോണി ടൈലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോണി ടൈലായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇത് നമ്മൾ ഇപ്പോൾ ഹിന്ദു ബ്രൈഡ്സിന് യൂസ് ചെയ്യുന്ന സ്റ്റൈലാണിത്. ബാക്കിൽ യൂസ് ചെയ്യാം. നമുക്ക് പിന്നലിന് പകരം നമുക്കൊരു മോഡലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയറാണിത്. 1170 ആണ്, ഒരു 980 ആ റേഞ്ച് വരും ഡിസ്കൗണ്ട് കഴിയുമ്പോൾ. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ഇവിടുന്ന് കുറച്ച് ഹെയർ ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് അതുമായിട്ട് പോകാം. അപ്പം ഞാൻ കുറച്ച് കിസിൻ്റെ ഹെയറും പിന്നെ നോർമൽ ഹെയറൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് കാണിച്ചു തരാം. ഇത് കിസിൻ്റെ ഹെയറാണ്, നമ്പർ 08. ഇത് നാച്ചുറൽ ബ്രൗൺ ആണ്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഹെയറാണ് വരുന്നത്. അത്യാവശ്യം നല്ല കേളിയാണ്, പിന്നെ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രൈഡ്സിനൊക്കെ ഫ്രണ്ട് പോർഷനൊക്കെ ഇടാനായിട്ടൊക്കെയാണ് നല്ലതാണിത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിനിപ്പോൾ ഒരു 3 ക്ലിപ്പാണ് വരുന്നത്. അപ്പോൾ ക്ലിപ്പ് ഓപ്പൺ ചെയ്യുക. ഇനി ഫ്രണ്ടിലെ ഹെയർ നമ്മൾ അഴിച്ചിടുമ്പോൾ ഇവിടെ ഒന്ന് കേളി ചെയ്ത് കൊടുത്താൽ പക്കയായിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഇങ്ങനെയാണ്, ഒന്ന് പകുതിയായിട്ട് എടുക്കുക, ഹാഫ് പോർഷൻ എടുത്തിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇത് മുടിയിടുമ്പോൾ ഇതും കൂടി ഒന്ന് കേളി ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നിന്നോളും. ഇത്രയും ലെങ്ത്ത് വരുന്നുണ്ട്. ഇത് വേണമെങ്കിൽ കയറ്റി യൂസ് ചെയ്യാം, മുകളിലോട്ട് വെച്ച് കൊടുക്കാം. പകുതി ഇവിടം തൊട്ടേ, ഇതിപ്പോൾ ഞാൻ പകുതി പോർഷൻ എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് നെറുകയിലായിട്ട് കയറ്റി വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പോൾ ലെങ്ത്ത് കുറച്ചും കൂടി കുറയും. ഇതിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് പിന്നി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ലോക്കാവും കേട്ടോ. ലോക്ക് ചെയ്ത് വെക്കാൻ സിമ്പിളാണ്. ഈ നമ്മൾ പിൻ ചെയ്യുന്ന സ്ഥലത്തൊന്ന് പിന്നി കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ഈ ക്ലിപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് ഇരുന്നോളും. ഊർന്നിങ്ങനെ പോരത്തില്ല. ചില ഹെയർ ഭയങ്കര സിൽക്കി ആയിരിക്കും, അപ്പോൾ അത് ലോക്കാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ നമുക്ക് ഈ ക്ലിപ്പ് വരുന്ന ഭാഗം ഒന്ന് പിന്നിയിട്ട് അത് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഇതിൻ്റെ MRP വരുന്നത് 440 ആണ്. നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് വരുന്നത് ഒരു 396 ആ റേഞ്ച് വരും. പിന്നെ കിസിൻ്റെ തന്നെ 13 നമ്പർ. ഇത് അത്യാവശ്യം നല്ല തിക്കുണ്ട്. പിന്നെ ഷോർട്ട് ഹെയർ ആണ്, കുറച്ച് ഷോർട്ടാണിത്. ഇതൊരു ഹൈലൈറ്റിങ് കളറാണ് വരുന്നത്. ഒരു ഓറഞ്ച് ഗോൾഡ് ആ ഒരു ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇതിനൊരു 4 ക്ലിപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ MRP 600 ആണ്. ഇത് X3. ഇതും ഹൈലൈറ്റിങ് കളറാണ്. ഇത് നല്ല കേളിയല്ല, ഒരു വേവി ആയിട്ടുള്ളൊരു കേളിയാണ് വരുന്നത്. ലെയർ കട്ടിൻ്റെ ഒരു സ്റ്റൈലിലാണ് വരുന്നത്. ഇതിൻ്റെ MRP 600 തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ കേളിങ് പോയാൽ തന്നെയും നമുക്ക് കേളർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്കിത് യൂസ് ചെയ്യാം, ഇപ്പോൾ കോംബ് ചെയ്യാം, വാഷ് ചെയ്യാനൊക്കെ പറ്റും. ഇത് X15. ഇതും കിസിൻ്റെ ഹെയർ തന്നെയാണ്. ഇതൊരു സ്ട്രൈറ്റ് ഹെയർ ആണ്, കേളിയല്ല, ഒരു വേവി ലെയർ കട്ട് മോഡലായിട്ടുള്ള ഹെയർ ആണ്. ഇതിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആ നെറ്റിൽ തന്നെ റീസെറ്റ് ചെയ്ത് വെക്കണമെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. മുടിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചട പിടിച്ചാൽ തന്നെ നമ്മൾ ഇവിടെ നിന്ന് കോംബ് ചെയ്യരുത്, താഴേന്ന് കോംബ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് വേണം സെറ്റ് ആക്കാനായിട്ട്. അല്ലെന്നാണെങ്കിൽ പിന്നെ മുടി പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞതും ഉണ്ട്, കൂടിയതും ഉണ്ട്. അതിൻ്റെ നമ്പർ എന്തോ 9, 10 അതൊക്കെയാണ് നമ്പേഴ്സ് വരുന്നത്. കിസിൻ്റെ ഹെയറിലാണ് ആ നമ്പേഴ്സ് വരുന്നത് കേട്ടോ. ഓരോ ഹെയറിനും ഓരോരോ നമ്പേഴ്സ് ആയിരിക്കും. ഇത് ന്യൂ ഫാഷൻ്റെ ആണ്. ഇത് നമുക്ക് കേളി ഹെയർ തന്നെ ഒരു 3 സെക്ഷനായിട്ട് വരുന്നതാണ്, പീസായിട്ട് വരുന്നതാണ്. ഇതിപ്പോൾ ഇങ്ങനെ 3 പാർട്സായിട്ടാണ് വരുന്നത് കേളി ഹെയർ. ഇതിപ്പോൾ ഇങ്ങനെ ഇതിൽ 2 ക്ലിപ്പാണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരെണ്ണം ആവശ്യമുള്ളതാണെങ്കിൽ ഒരെണ്ണം മാത്രം, ഇത്രയും പോർഷൻ്റെ ആവശ്യമുള്ളതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. ഇപ്പോൾ 2 അറ്റത്ത് കേളി അങ്ങനെ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഇത് വെക്കാവുന്നതാണ്. ഇപ്പോൾ തിക്ക് കുറഞ്ഞവർക്കൊക്കെ ഒരു ചെറിയ ഇച്ചിരി മതി എന്നാണെങ്കിൽ അത്രം 1 2 ഒറ്റ യൂസ് ചെയ്താൽ മതി. അത് ഫ്രണ്ടിൽ ഇതിലേക്ക് മുടി വരുമ്പോൾ കറക്റ്റ് ആവും കേട്ടോ. ഞാൻ വെച്ചേക്കണത് കുറച്ച് ഏറിയും കുറഞ്ഞാന്ന് തോന്നുന്നു. ഇത് 730 വരും കേട്ടോ. 730 ആണ്. ഡിസ്കൗണ്ട് കഴിയുമ്പോൾ ഒരു 620 ആ റേഞ്ച് വരും. ഇതൊരു നല്ല തിക്ക് ഹെയർ ആണത്. നല്ല കേളിയായിട്ട് വരുന്നതാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട്. ഇതിന് 670 ആണ് MRP വരുന്നത്. ഇതിന് 670 ആണ് MRP. 500 സംതിങ് ഒക്കെ വരത്തുള്ളൂ. നല്ല തിക്ക് ആൻഡ് ലെങ്തി ആയിട്ടുള്ള നല്ല കേളിയ ഹെയർ ആണ്. നല്ല ലെങ്തി ആയിട്ട് നിൽക്കുന്നുണ്ട്. നല്ല കേളി, നല്ല ഡാർക്ക് ബ്രൗൺ ആണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല തിക്ക് ഹെയർ ആണ്, നല്ല കേളിയുമാണ്. ഇതെല്ലാം വാഷ് ചെയ്യാൻ പറ്റുന്ന ഹെയർസാണ് കേട്ടോ. പിന്നെ നമുക്ക്
ഇപ്പോൾ ഗാലയുടെ കുറേ കളേഴ്സ് വരുന്നുണ്ട്, സിംഗിൾ പീസായിട്ട്. വൈറ്റ്, യെല്ലോ, പിങ്ക്, ബ്ലൂ, അങ്ങനെ പല പല ഹൈലൈറ്റിങ് കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബർഗണ്ടി ഷെയ്ഡ്സ്, നമുക്ക് ഹൈലൈറ്റിംഗ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഷെയ്ഡ്സാണ്. ഇപ്പോൾ ഫാഷൻ ഷോ അങ്ങനെയുള്ള ഇതൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് MRP വരുന്നത് 110 ആണ്. 70 രൂപ വരത്തുള്ളൂ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ കേട്ടോ. ഇത് ഞാൻ ഇപ്പോൾ എല്ലാ കളറും ഞാൻ ഒരു മുടിയിൽ തന്നെ സെറ്റ് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. പല പല കളേഴ്സ്. ഇതിൽ ചിലത് കേളിയുമുണ്ട്, സ്ട്രെയിറ്റും ഉണ്ട് കേട്ടോ. ഇതൊക്കെ സ്ട്രെയിറ്റാണ്. ഇത് അറ്റം മാത്രം കേളി വരുന്നതുണ്ട്. ഇതൊക്കെ അറ്റം മാത്രം കേളി വരുന്നതാണ്. ഇതിൽ കാണിക്കാം, ഇപ്പോൾ കാണാം. ഇതിൽ പല പല കളേഴ്സ് നമുക്ക് ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഇതിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. വന്നിട്ട് ചോദിച്ചാൽ മതി, ഞങ്ങളെടുത്ത് തരും. പിന്നെ ഇതിൽ ഇപ്പോൾ വെക്കാത്തതിൽ ഒരു സിൽവർ വൈറ്റ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ഒരു ബ്ലോണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്, പിന്നെ ഒരു ഗ്രേ. ഈ ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ടിലേക്ക് ഇപ്പോൾ റിസപ്ഷനിലൊക്കെ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലേക്ക് ഇടാനായിട്ടുള്ള മുടി ചോദിച്ച് വരാറുണ്ട്. അപ്പോൾ അതാണിത്. ബാക്ക് ഇങ്ങനെയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 630 ആണ്. ആഫ്റ്റർ ഡിസ്കൗണ്ട് വരുമ്പോൾ ഒരു 550 വരും. ഇതിപ്പോൾ വെക്കുന്നത്, ഇപ്പോൾ ബാക്കിൽ ഇത് സെറ്റ് ചെയ്യുക, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ബീഡ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചുറ്റി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഒരു പോണി ടൈൽ കെട്ടാൻ പറ്റുന്ന ഒരു ഇതാണ്. പോണി ടൈലായിട്ടും യൂസ് ചെയ്യാം, നമുക്കിത് ഇഷ്ടമുള്ള ഐഡിയയിൽ യൂസ് ചെയ്ത്. എയർ എക്സ്റ്റൻഷനായിട്ടും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ പോണി ടൈലിൻ്റെ കൂടെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇത് വരുന്നുണ്ട്, ഒരു കോമ്പ് വരുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വെച്ചാൽ കഴിഞ്ഞാൽ പോണി ടൈലിൻ്റെ രൂപത്തിൽ നിന്നോളും. പിന്നെ അല്ല എന്നാണെങ്കിൽ ഇത് ഇങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ്. ഇതൊരു ഇതാണ്. ഇതിൽ നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ പോലെ ചെറിയൊരു രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ അതുമല്ല, ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാനായിട്ടാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഉണ്ടോ? ഒരു ഫ്രണ്ടിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പോർഷൻ യൂസ് ചെയ്യാനായിട്ട് നമുക്കിത് നല്ല ഇതായിട്ട് കിടന്നോളും. ഇപ്പോൾ നമുക്ക് സാധാരണ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യണേലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു പീസ് ആകുമ്പോഴത്തേക്കും നമുക്ക് വെക്കാനും സിമ്പിളാണ്, നമുക്ക് കിടക്കുമ്പോൾ ഒരു സ്റ്റൈലും കൂടി ആയിട്ട് വരും. ഇത് നമുക്കിതിപ്പോൾ കുടഞ്ഞാലും എന്ത് ചെയ്താലും അതേ ഒരു ഇതിൽ തന്നെ കിടക്കത്തുള്ളൂ. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഉണ്ടോ? അതേ ഒരു ഇതിൽ തന്നെ വരും. അപ്പോൾ ഇനി കുറേ മോഡൽസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഞാൻ കാണിക്കുന്നില്ല. എന്തായാലും നിങ്ങൾ ഇവിടെ എന്തായാലും വരണമല്ലോ. അപ്പോൾ എന്തായാലും അങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ കുറച്ച് മോഡൽസ് മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഇനി വരുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. പിന്നെ ഒരു സംഭവം കൂടിയുണ്ട്, മെസ്സി ബണ്ണ്. അപ്പോൾ അതിപ്പോൾ ഒന്നും വെച്ച് കാണിക്കാനായിട്ട് ഹെയറൊന്നുമില്ല. ഇത് നമ്മുടെ കൊണ്ട ഇങ്ങനെ കെട്ടിയിട്ട് അതിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കുക. ഈ പോർഷൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഫ്ലവേഴ്സ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്സിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പോകുന്നത്. മെസ്സി ആയിട്ട് ഗൗണിനെ കൂടിയൊക്കെ വെച്ച് കൊടുക്കാൻ നല്ലതാണ്. നമുക്ക് വേറെ വർക്കൊന്നും ചെയ്യേണ്ട, ഒന്ന് കൊണ്ട കെട്ടിയിട്ട് ഡയറക്റ്റ്ലി ഇങ്ങനെ കയറ്റി കൊടുത്താൽ മതി. അതിൻ്റെ 2-3 വെറൈറ്റി ഉണ്ട്. ഹൈലൈറ്റിങ്ങും ഉണ്ട്, കളേർഡ് ഉണ്ട്. ഡാർക്ക് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് ഒരു കേളി ടൈപ്പ് വരുന്നതാണ്. ഉണ്ടോ? കേളിയായിട്ട് ഇരിക്കുന്നത് ടൈപ്പ്. 2-3 മോഡൽ വരുന്നുണ്ട് ഇത്. അപ്പം ഞാൻ 2 മോഡൽ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. ഒരു ഫ്ലവേഴ്സിൻ്റെ വരുന്ന ടൈപ്പും വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ഫ്ലവേഴ്സ് മോഡൽ വരുന്നുണ്ട്.
ഇതിന് MRP 290 ആണ്, ഒരു 260 ആ റേഞ്ചാണ് ഇതിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ. ഇതാവുമ്പോൾ എത്രയാണ്, 400 റുപ്പീസാണ് കേട്ടോ പോണിറ്റെയിലിൻ്റെ. 360 വരും ആഫ്റ്റർ ഡിസ്കൗണ്ട്. അപ്പം അത്യാവശ്യം ഞാൻ കുറച്ച് ഹെയറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിലൂടെ കാണിക്കുമ്പോൾ കുറച്ച് പരിമിതി ഉണ്ടല്ലോ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. ഇനി നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതാണ്. അപ്പോൾ സാബുചേട്ടൻ കൂടെ വരും. ഇതോടെ ഞാൻ നിർത്തുന്നതോ. ഓക്കെ, ബൈ ബൈ. പറ്റുന്നൊരു ഇതാണ്. പോണിറ്റെയിലായിട്ടും യൂസ് ചെയ്യാം, നമുക്കിത് ഇഷ്ടമുള്ള ഐഡിയയിൽ യൂസ് ചെയ്ത്. എയർ എക്സ്റ്റൻഷനായിട്ടും യൂസ് ചെയ്യാം. പോണിറ്റെയിലിൻ്റെ കൂടെ നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഇതിങ്ങനെ പൊളിച്ചെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇടാനായിട്ടാണെങ്കിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക.